നമസ്കാരം. ചില മൗനത്തിന് ഭൂകമ്പത്തേക്കാൾ മുഴക്കമുണ്ടാകും, ഉരുൾപൊട്ടലിനേക്കാൾ ആഘാതമുണ്ടാകും. ഇന്ന് അത്തരമൊരു മൗനം നിയമസഭയിലാകെ മുഴങ്ങി. മുഖ്യമന്ത്രിയുടെയും റവന്യൂ മന്ത്രിയുടെയും മൗനത്തിൻ്റെ മുഴക്കം. അതിൻ്റെ ആഘാതം അറിയാനിരിക്കുന്നതേയുള്ളൂ. കട്ടിപ്പാറ കരിഞ്ചോലമല കവർന്നത് 14 പേരെയാണ്. 5 ദിവസങ്ങൾ വേണ്ടിവന്നു അവസാനത്തെ ആളിനെയും കിട്ടാൻ. ഒരു കുടുംബത്തിലെ ആരും ബാക്കിയില്ല. ദാരുണമായ അന്ത്യം. 4 ലക്ഷം ടൺ വെള്ളം കെട്ടിനിർത്തിയ തടയണയാണ് വില്ലനെന്ന് നാട്ടുകാർ പറയുന്നു. ആരാണ് അതിനൊത്താശ ചെയ്തത്? ഇന്നിപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. തടയണ കെട്ടാൻ തടസ്സം പറയാഞ്ഞവർ തന്നെയാണ് അന്വേഷണവും നടത്തുക. അതുകൊണ്ട് വിചിത്രമായിരിക്കും വരാനിരിക്കുന്ന റിപ്പോർട്ട്. ജനം രോഷാകുലരാണ്. അവരുടെ കൈയുടെ ചൂട് ഇന്ന് ഒരു MLA അറിഞ്ഞു, കാരാട്ട് റസാക്ക്. ഇനി പലരും അറിയാനിരിക്കുന്നതേയുള്ളൂ. നമ്മൾ പക്ഷേ പറഞ്ഞു വന്നത് നിയമസഭയിലെ മൗനത്തെപ്പറ്റിയാണ്. അതിലേക്ക് മടങ്ങി വരാം. ശിരസിൽ ഗംഗയെ വഹിക്കുന്നത് ദൈവമാണ്. ഇവിടെ ഒരു മനുഷ്യ ദൈവം തലയ്ക്കു മുകളിൽ തടയണയുമായി വിരാജിക്കുന്നു. എതിർത്താൽ MLAക്കുമുണ്ട് തൃക്കണ്ണ്. കോപാഗ്നിയിൽ എതിരാളികൾ വെന്തുരുകും. PV അൻവർ MLAയുടെ ശിരസിൽ നിന്നും ഉത്ഭവിച്ച വാട്ടർ തീം പാർക്കാണ് മനുഷ്യരുടെ ജീവനെടുക്കാൻ വാ പിളർത്തി നിൽക്കുന്നത്. കക്കാടം പൊയിലിലെ തീം പാർക്കിന് 30 മീറ്റർ താഴെ മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നു. ആ നാട്ടുകാർ ടൈം ബോംബ് പോലെ മിടിക്കുന്ന ആ തടയണയുടെ താഴ്വാരത്തിൽ ഭീതിയോടെ കഴിയുന്നു. അതാണ് ഇന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടിയത്. അതിനോടായിരുന്നു മുഖ്യമന്ത്രിയുടെയും റവന്യൂ മന്ത്രിയുടെയും ഭാരിച്ച മൗനം. ദുരന്തം വന്ന് വിഴുങ്ങിയാലും വാട്ടർ തീം പാർക്കാണോ പരിപാലിക്കപ്പെടേണ്ടത് എന്നാണ് സൂപ്പർ പ്രൈം ടൈം ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഒറ്റ ചോദ്യം ചോദിച്ചുകൊണ്ട്, അൻവറിനോട് അടിയറവോ? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ യൂത്ത് ലീഗ് സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് നജീബ് കാന്തപുരം, DYFI നേതാവ് SK സജീഷ്, ആം ആദ്മി പാർട്ടി സംസ്ഥാന കൺവീനറും പരിസ്ഥിതി പ്രവർത്തകനുമായ CR നീലകണ്ഠൻ, അൻവറിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ച പരാതിക്കാരൻ മുരുകേഷ് നരേന്ദ്രൻ എന്നിവർ സൂപ്പർ പ്രൈം ടൈമിൽ അതിഥികളായി പങ്കുചേരുന്നു. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി K സുരേന്ദ്രൻ, ദുരന്ത നിവാരണ വിദഗ്ധ ഡോക്ടർ KG താര എന്നിവരെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. അൻവറിൻ്റെ പാർക്കും അന്തകനാകുമോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ CR നീലകണ്ഠൻ, നേരത്തെ ഈ PV അൻവറിൻ്റെ പാർക്കുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങളുടെ ഒരു പരമ്പര നാം ഒന്നിലധികം തവണ ചർച്ച ചെയ്തതാണ്. പക്ഷെ ഓരോ ഘട്ടത്തിലും അൻവർ ആ കുരുക്കുകളെല്ലാം കടന്നു ചാടി വിജയിക്കുന്നതാണ് കണ്ടത്. ഇപ്പോൾ നമ്മെ സംബന്ധിച്ച് അതൊരു നിയമലംഘനത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, ഒരു ജീവൽ പ്രശ്നമാണ്. ആ മേഖലയിലെ ഓരോ മനുഷ്യജീവനും വിലമതിക്കപ്പെട്ടത് തന്നെയാണ്. 14 പേരുടെ മരണത്തിന് ആരും ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നില്ല. ഇപ്പം 4 ലക്ഷം ടൺ 4 ലക്ഷം ലിറ്റർ വെള്ളം തടയണയാക്കി വെച്ചിരിക്കുന്ന സ്ഥലത്തെപ്പറ്റി അന്വേഷിക്കുമെന്നാണ് പറയുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഇപ്പോൾ അതുപോലെ തന്നെ ഒരു ടൈം ബോംബ് ഇങ്ങനെ മിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയും ദുരന്തമുണ്ടാകാം, അവിടെയും ദുരന്ത നിവാരണ പ്രവർത്തനമുണ്ടാകാം. ഇപ്പോൾ ഇന്നും മുഖ്യമന്ത്രി പറയുന്നത് നമുക്ക് ഇത് മുൻകൂട്ടി കാണാൻ കഴിയില്ല, നമ്മെ സംബന്ധിച്ച് പിന്നീടുള്ള പ്രവർത്തനങ്ങളെ നടത്താൻ കഴിയൂ. ദാ ഇവിടെ മുൻകൂട്ടി കാണാം. ഈ പറയുന്ന കട്ടിപ്പാറ അനുഭവത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് നാം ഈ വാട്ടർ തീം പാർക്കിനെ പുതിയ രൂപത്തിൽ കാണണം. 14 പേർ അവിടെ കുരുതി ചെയ്യപ്പെട്ടെങ്കിൽ, ഒരു കുടുംബം തന്നെ പൂർണ്ണമായും ഇല്ലാതാക്കപ്പെട്ടെങ്കിൽ അൻവർ ആരെയൊക്കെ അനാഥമാക്കാൻ പോകുന്നു എന്നത് ഈ സർക്കാരിൻ്റെ ഉത്തരവാദിത്തമല്ലേ അന്വേഷിക്കേണ്ടത്? അല്ല, ഇവിടെ വളരെ കൃത്യമാണ്. ഒന്ന്, ഇത് പ്രകൃതി ദുരന്തമല്ല, മനുഷ്യ സൃഷ്ടിയുള്ള ദുരന്തമാണ്. ഞാൻ ഈ മനുഷ്യർ മരിച്ചത് വളരെ ദുഃഖകരമായൊരു കാര്യമാണ്. മനുഷ്യരുടെ നാശം പോലെ തന്നെ മനുഷ്യർ മരിക്കാത്ത ഒരുപാട് പ്രദേശങ്ങളിൽ, ഇപ്പോൾ നമുക്ക് കട്ടിപ്പാറ മാത്രമല്ല ഉരുൾപൊട്ടലുണ്ടായത്, 8-9 സ്ഥലത്ത് ഉരുൾപൊട്ടലുണ്ടായി എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കട്ടിപ്പാറ മാത്രമേ മനുഷ്യൻ മരിച്ചുള്ളൂ എന്നുള്ളത് കൊണ്ട് നമ്മൾ ശ്രദ്ധ കൂടുതൽ അവിടെയാണ്. പക്ഷേ ബാക്കിയിടങ്ങളിലും കട്ടിപ്പാറയിലും വലിയ തോതിൽ പ്രകൃതിക്ക് നാശമുണ്ടായിട്ടുണ്ട്, കൃഷിക്ക് നാശമുണ്ടായിട്ടുണ്ട്, മനുഷ്യരുടെ സ്വത്തിന് നാശമുണ്ടായിട്ടുണ്ട്. ഇതെല്ലാമുണ്ട്. ദീർഘകാലത്തേക്കുള്ള നാശമാണ്. അത് തിരിച്ചു വരിക എന്നുള്ളത് വളരെ സമയം ഒരുപക്ഷെ അതുപോലെ തിരിച്ചു വരാൻ കഴിയാത്തൊരവസ്ഥയാണ്. മനുഷ്യജീവൻ മാത്രമല്ല പ്രകൃതിയും. ഇത് മുൻകൂട്ടി കാണാൻ കഴിയില്ല എന്ന മുഖ്യമന്ത്രിയുടെ വാദത്തോട് യോജിക്കാനേ കഴിയില്ല. കാരണം ഒരുപക്ഷെ മഴ അധികം പെയ്യുന്ന നമുക്ക് മുൻകൂട്ടി കാണാൻ പറ്റില്ല. പക്ഷേ മഴ പെയ്താൽ
ഡിസാസ്റ്റർ ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ ഏതാണ് എന്ന്, അതിൻ്റെ സാധ്യതകൾ എന്താണ്. ഇപ്പോൾ നമ്മൾ ഗാഡ്ഗിൽ കസ്തൂരിരംഗനൊക്കെ ഒരുപാട് ചർച്ച ചെയ്തു. ചെരിവുള്ള പ്രദേശങ്ങളിൽ, അത് ഗാഡ്ഗിൽ മാത്രമല്ല സെസ്സിൻ്റെ പഠനങ്ങളൊക്കെ ഉണ്ട്, 20 ഡിഗ്രിയിൽ കൂടുതൽ ചെരിവുള്ള പ്രദേശങ്ങളിൽ നിർമ്മാണ പ്രവർത്തനം നടത്താൻ പാടില്ല. ഉയരമുള്ള പ്രദേശങ്ങളിൽ ഖനനം നടത്തുമ്പോൾ സൂക്ഷിക്കേണ്ടതുണ്ട്. മൂന്നാമത് വലിയ കെട്ടിടങ്ങൾ അല്ലെങ്കിൽ ഭാരമുള്ള വസ്തുക്കൾ, ഇപ്പോൾ ഇവിടെ വാട്ടർ സ്റ്റോറേജ് എന്ന് പറയുന്നത് വളരെ ഭാരമുള്ള ഒന്നാണ്, അങ്ങനെ മുകളിൽ വരാൻ പാടില്ല. ഇതൊക്കെ കൃത്യമായും ഈ രാജ്യത്ത് നിലവിലുള്ള നിയമമാണ്. ഇപ്പോൾ നോക്കൂ, അവിടെ 4 ലക്ഷം ലിറ്ററിൻ്റെ തടയണ, ഇത്രയും വലിയൊരു തടയണ കെട്ടിയിട്ട് അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ അറിഞ്ഞില്ല, പഞ്ചായത്ത് പ്രസിഡന്റ് അറിഞ്ഞില്ല, ഒരു രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ അറിഞ്ഞില്ല, MLA അറിഞ്ഞില്ല, MP അറിഞ്ഞില്ല, ആർക്കും അറിയില്ല. അല്ല രാഷ്ട്രീയ ബന്ധം മാറ്റിവെക്കുക. ഇപ്പോൾ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഇത് അന്വേഷിക്കാൻ ഒരു സമിതിയെ വെച്ചിട്ടുണ്ട് എന്നാണ്. ഡെപ്യൂട്ടി കളക്ടർ, അദ്ദേഹത്തിന് ഇത് അറിയില്ലേ? ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട ചുമതല വഹിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. ജിയോളജിസ്റ്റ്, ഡെപ്യൂട്ടി കളക്ടർ, പഞ്ചായത്ത് സെക്രട്ടറി, CWRDM ഡയറക്ടർ, സോയിൽ കൺസർവേഷൻ ഡിസ്ട്രിക്ട് ഓഫീസർ, ഇത്രയും പേരാണ് ഈ തടയണയുടെ ന്യായാന്യായങ്ങൾ ഇനി പരിശോധിക്കുക. ഇവർ തന്നെയാണ് തടയണയ്ക്ക് അനുമതി കൊടുക്കേണ്ട ആളുകൾ, ഒരു സംശയവുമില്ല. ഇപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഹെഡ് ജില്ലാ കളക്ടറാണ്, അദ്ദേഹം ചുമതലപ്പെടുത്തിയ ഡെപ്യൂട്ടി കളക്ടറുണ്ട്. ബാക്കി മൈനിങ് ആൻഡ് ജിയോളജി, കേരളത്തിലെ ഏറ്റവും അഴിമതിയുള്ള വകുപ്പുകൾ ഒന്ന് മൈനിങ് ആൻഡ് ജിയോളജിയാണ്. കാരണം എല്ലാ സ്ഥലത്തും നിങ്ങൾ പാറമടയ്ക്കോ ഏത് മൈനിങ്ങിന് ചെല്ലൂ, അതിൻ്റെ റേറ്റ് കൊടുത്താൽ നിങ്ങൾക്ക് പെർമിഷൻ കിട്ടും. ഇപ്പോൾ CWRDM ഒരു സ്വതന്ത്ര സ്ഥാപനമാണ്, അവരെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇത്രയും വെള്ളം അവിടെ നിന്നാൽ, ഇത്ര ചെരിഞ്ഞ പ്രദേശത്ത് നിന്നാൽ അപകടമുണ്ടാവുമെന്നറിയാൻ വലിയ ടെക്നോളജിക്കൽ നോളജ് ഒന്നും ആവശ്യമില്ല. എന്നിട്ടും എങ്ങനെ അവിടെ വന്നു? ഇപ്പോൾ നിങ്ങൾ വാട്ടർ തീം പാർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടി ഇതിനെ കാണണം. അവിടെ നമുക്കൊരു പക്ഷേ ആരും അറിഞ്ഞില്ല എന്ന് വയ്ക്കാം. പക്ഷേ കക്കാടംപൊയിലിൽ നമുക്കറിയാം ഇത് ചെരിഞ്ഞ പ്രദേശമാണ്. അവിടെ തന്നെ കളക്ടർ, മലപ്പുറം കളക്ടർ ആദ്യം കൊടുത്ത റിപ്പോർട്ട് നമ്മുടെ കയ്യിലുണ്ട്, രണ്ടാമത് കൊടുത്ത റിപ്പോർട്ട് നമ്മുടെ കയ്യിലുണ്ട്, DFOയുടെ റിപ്പോർട്ടും. എങ്ങനെയാണ് ആദ്യം കൊടുത്ത റിപ്പോർട്ട്? പക്ഷേ ഇതിലെ പ്രശ്നം, ഇതിനെല്ലാം അനുകൂലമായിട്ടുള്ള എതിർ റിപ്പോർട്ടുകളുമുണ്ട്. അതുപോലെ തന്നെയുള്ള ബന്ധപ്പെട്ട അധികാരികൾ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട്, അത് രണ്ടാമത് വന്നത്. ഇപ്പൊ ആദ്യത്തെ റിപ്പോർട്ട് നമ്മൾ ചർച്ച ചെയ്തു. ഏതെടുക്കണമെന്ന് എപ്പോഴും തീരുമാനിക്കാം. അല്ല, സുരക്ഷയുടെ മാനദണ്ഡം ഏതെടുക്കുന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് എന്ന് ആരെങ്കിലും ഒരാൾ നിശ്ചയിച്ചാൽ കഴിഞ്ഞില്ലേ? അല്ല, പക്ഷേ ഏതാണ് റിസ്ക് കൂടുതൽ ഉണ്ടെന്ന് പറയുന്നത് അതാണ് എടുക്കേണ്ടത്. കാരണം ചാൻസ്, മറ്റതിപ്പോൾ ഒരു പാർക്ക് വന്നില്ലെങ്കിൽ ലോകത്തിലൊന്നും സംഭവിക്കാനില്ല. പക്ഷെ ഒരു അപകടമുണ്ടാവാൻ സാധ്യതയുണ്ട് എന്നൊരാൾ പറഞ്ഞാൽ ചാൻസ്, അതിൻ്റെ ചോയ്സ് അതിലേക്കാവണം. കാരണം അത് തിരുത്താൻ കഴിയാത്തതാണ്. പാർക്ക് വേണമെങ്കിൽ നാളെ നമുക്ക് വേറെ സ്ഥലത്ത്. പക്ഷെ അതിനോടാണെന്ന് മൗനം കൊണ്ട് നേരിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു പ്രതീക്ഷയും വേണ്ട. ശ്രീ SK സജീഷ്, നാം ദീർഘകാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നിയമയുദ്ധമുണ്ട് സുപ്രീം കോടതിയിൽ, മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ടാണ്. ഒരണക്കെട്ടിൻ്റെ ബലം നമ്മെ സംബന്ധിച്ച് എത്രമാത്രം ആശങ്കയുണ്ടാക്കുന്നതാണ് എന്നത് നമ്മുടെ ഒരു വലിയ നിയമയുദ്ധമാണ്, നമ്മുടെ രാഷ്ട്രീയ യുദ്ധമാണ്. അത് പക്ഷേ ഗൗരവത്തോടെ അതിന് മറുപടി നൽകുന്നത് ഉത്തരവാദപ്പെട്ട സർക്കാരുകളാണ്. ഇവിടെ ഈ അൻവറിൻ്റെ വാട്ടർ തീം പാർക്ക് ബന്ധപ്പെട്ട അധികാരികളുടെ ഒന്നും അനുമതിയില്ലാതെ, ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഒന്നും പരിശോധനയില്ലാതെ, പാരിസ്ഥിതികാഘാത പഠനമില്ലാതെ നിർമ്മിക്കപ്പെട്ടിരിക്കുകയാണ്. അൻവറിന് മാത്രം പറയാൻ പറ്റും അത് ഉറപ്പുള്ളതാണ്, നിങ്ങൾ പേടിക്കേണ്ട എന്ന്. ആ വാക്കാണോ ഈ സർക്കാർ വിലമതിക്കുന്നത്? ഇവിടെ ഇപ്പോൾ നാം ഒരു പുതിയ രൂപത്തിൽ വേണം ഈ വാട്ടർ തീം പാർക്കിനെ കാണേണ്ടത്. അതൊരു വാട്ടർ തീം പാർക്കായിട്ടല്ല, അതൊരു ടൈം ബോംബായിട്ടാണ്. അത് മിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര പേരുടെ ജീവൻ എടുക്കുമെന്ന് നമുക്കാർക്കും അറിയില്ല. ആദ്യ സൂചനയും കിട്ടിയിട്ടുണ്ട്. അവരുടെ ജനറേറ്റർ ആ ജനറേറ്റർ തന്നെ പ്രവർത്തിക്കുന്നത് എത്രമാത്രം നിയമവിരുദ്ധമായിട്ടാണ്. കാരണം അവിടെ വൈദ്യുതി കണക്ഷൻ കൊടുത്തിട്ടില്ല. ഒരു ജനറേറ്ററാണ് പ്രവർത്തിക്കുന്നത്, അത് താൽക്കാലിക ആവശ്യത്തിന് മാത്രമേ പാടുള്ളൂ എന്നാണ് പറഞ്ഞത്. ആ രൂപത്തിലുമല്ല അത് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ കുതിരശക്തി അടക്കമുള്ള കാര്യങ്ങൾ പരിശോധനാ വിധേയമായതാണ്. അപ്പോൾ ഇതെല്ലാം നിയമലംഘനമാണ്. ഇനി ആ പറയുന്ന ജനറേറ്റർ പ്രവർത്തിക്കുന്ന സ്ഥലത്താണ് മണ്ണിടിച്ചിലുണ്ടായത്, അത് ഉരുൾപൊട്ടൽ സ്വഭാവമുള്ളതായിരുന്നു എന്ന് അധികൃതർ തന്നെ ഇപ്പോൾ വിലയിരുത്തിക്കൊണ്ട് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിരിക്കുകയാണ്. ഒരു സ്റ്റോപ്പ് മെമ്മോ മാത്രം. ഇതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുള്ള തുടർ നടപടികൾ ഉണ്ടാകുമോ? ഇനി അങ്ങനെ ഒരു വാട്ടർ തീം പാർക്ക് ആ രൂപത്തിൽ ഭീഷണമായി നമുക്ക് വേണോ? ശ്രീ സജീഷ്. അല്ല ശ്രീ വേണു, താങ്കൾ ഇവിടെ പറഞ്ഞത് അൻവറിനോട് അടിയോറ് പറയുകയാണോ എന്നാണ്. അൻവറിനോടോ ആരോടെങ്കിലും അടിയോറ് പറയേണ്ട കാര്യം ഇവിടെ ആർക്കുമില്ല. ആരെങ്കിലും നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവർക്കെതിരായി കർശനമായ നിലപാടിരിക്കും. ആ കാര്യത്തിലും തർക്കമില്ല. പക്ഷേ വേണു പറയുന്ന എല്ലാ കാര്യങ്ങളും അംഗീകരിച്ചു തരാൻ പ്രയാസമുണ്ട്.
ഇപ്പോൾ അൻവറിൻ്റെ പാർക്കുമായി ബന്ധപ്പെട്ട് പരാതികൾ വരുന്നപ്പോൾ ആ പരാതി പരിശോധിക്കാൻ വേണ്ടി വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ അതിന് പെർമിഷൻ കൊടുക്കേണ്ട വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തി. ആ അന്വേഷണം നടത്തിയ കണ്ടെത്തലുകൾ ഭൂമിയുടെ സ്വാഭാവികത മാറ്റാതെയാണ് പാർക്കിൻ്റെ നിർമ്മാണം. പ്രകൃതിയുടെ സ്വാഭാവിക നീരൊഴുക്ക് തടസ്സപ്പെടുത്തിയിട്ടില്ല. പുറമ്പോക്ക് ഭൂമിയിലോ കയ്യേറ്റ ഭൂമിയിലോ അല്ല പാർക്ക് നിർമ്മിച്ചത്. പാർക്ക് ദുരന്ത സാധ്യതാ മേഖലയിലല്ല. വിജ്ഞാപനം ചെയ്യപ്പെട്ട വനഭൂമിയുടെ പുറത്താണ് പാർക്ക്. വനത്തിനോ വന്യജീവിക്കോ ദോഷം ചെയ്യുന്നില്ല. മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ അനുമതി പരാതികളെ തുടർന്ന് പിൻവലിച്ചിരുന്നെങ്കിലും ആവശ്യമായ ക്രമീകരണങ്ങൾ വരുത്തിയതിനാൽ ഇത് പുനഃസ്ഥാപിച്ച് നൽകിയിട്ടുണ്ട്. ജനറേറ്ററുകൾ പ്രവർത്തിപ്പിക്കുന്നതിന് ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ അനുമതിയുണ്ട്. പാർക്കിന് സാനിറ്ററി സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ട്. ആരോഗ്യവകുപ്പിൻ്റെ മറ്റനുമതികൾ പാർക്കിന് ആവശ്യമില്ല. അംഗീകൃത പ്ലാനിൽ വ്യതിചലിച്ച് മറ്റ് നിർമ്മാണങ്ങളില്ല. ഇത് ഞാൻ ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനപ്പെടുത്തി സൂചിപ്പിച്ചുവെന്ന് മാത്രം. ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ പരിശോധിച്ച് പോകുന്നതിൽ ഇവിടെ ആരും എതിരല്ല. അത് നിയമലംഘനം ആണെങ്കിൽ നിയമലംഘനം പരിശോധിക്കപ്പെടണം. പക്ഷേ നിങ്ങൾ മുൻവിധിയോടുകൂടി എല്ലാം നിയമലംഘനമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന സമയത്ത് അത് ഗവൺമെൻറ്റിനെതിരായി തിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്താണ് ഞങ്ങൾക്ക് മറുപടി പറയേണ്ടി വരുന്നത്. അല്ലാതെ ഇത്തരം വിഷയങ്ങൾ ഞങ്ങൾ മറുപടി പറയേണ്ട കാര്യമില്ല. രാഷ്ട്രീയപരമായ മറുപടി പറയേണ്ട കാര്യം ഈ വിഷയത്തിലില്ല. പക്ഷേ നിങ്ങൾ ശ്രമിക്കുന്നത് ഇത് ഗവൺമെൻറ് മൗനം പാലിക്കുകയാണ്, ഗവൺമെൻറ് മിണ്ടുന്നില്ല എന്നൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ പറയേണ്ടി വരും. എല്ലാ കാര്യങ്ങളും പരിശോധിച്ചുകൊണ്ടല്ല. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീ വേണുവിൻ്റെ കയ്യിൽ ഉൾപ്പെടെ ഉണ്ടാകാം സ്റ്റോപ്പ് മെമ്മോ ഉൾപ്പെടെ ഇപ്പോൾ നൽകിയിരിക്കുന്നതിൻ്റെ അടിസ്ഥാനം താഴെ ഇവർ പറയുന്ന ഇവരുടെ പാർക്കുമായി ബന്ധപ്പെട്ട് അൻവറിൻ്റെ പാർക്കുമായി ബന്ധപ്പെട്ട് ഞാൻ മനസ്സിലാക്കുന്ന ഏതാണ്ട് 11 ഏക്കറോളം സ്ഥലമുണ്ട് എന്നാണ്. അത് 4 ഏക്കർ സ്ഥലത്താണ് പാർക്കുള്ളത്. അതിൻ്റെ താഴെ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അത് ഇപ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ തൽക്കാലം പ്രവൃത്തി നിർത്തിവെക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോപ്പ് മെമ്മോ ആണ് കൊടുത്തിട്ടുള്ളത്. ഈ കാര്യങ്ങളൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമുള്ളതല്ല. കാരണം അതെല്ലാം പരിശോധിച്ച് കർശനമായ എന്തെങ്കിലും തരത്തിൽ കുഴപ്പമുണ്ടെങ്കിൽ കർശനമായ നടപടി സ്വീകരിക്കേണ്ടതാണ്. പക്ഷേ അതിന് പകരം അത് രാഷ്ട്രീയപരമായി ദുരുപയോഗം ചെയ്യുകയാണ് എന്ന് വന്നാൽ അതിന് മറുപടി പറയേണ്ടി വരും. എന്നതിന്റെ കാരണം ഞാൻ ചൂണ്ടിക്കാട്ടാം. ഇവിടെ ഈ പാർക്കിന്റെ അടിവാരം ജനവാസ മേഖലയാണ്, താങ്കൾക്ക് അറിയുന്നതുമാണല്ലോ. അവിടെ ഈ ഉരുൾപൊട്ടിയ കട്ടിപ്പാറ മലയും ഇപ്പോൾ ഈ പറയുന്ന കക്കാടംപൊയിലെ മലനിരയും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇവിടെ 2.5 ലക്ഷത്തിലധികം ലിറ്റർ വെള്ളമാണ് കെട്ടി നിർത്തിയിരിക്കുന്നത്. നേരത്തെ ഈ പറയുന്ന അപകടമുണ്ടായ സ്ഥലത്ത് 4 ലക്ഷം ലിറ്റർ വെള്ളവും. ഈ പ്രദേശം ദുരന്ത സാധ്യതാ മേഖലയായി സർക്കാർ നിശ്ചയിച്ചിട്ടുള്ളതാണ്. മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള സംസ്ഥാനത്തെ ദുർബല മേഖലകളിലാണ് MLAയുടെ പാർക്ക് സ്ഥിതി ചെയ്യുന്ന താമരശ്ശേരി താലൂക്കും. അപകട സാധ്യതാ മേഖലയായി പ്രഖ്യാപിച്ചിരിക്കുന്ന ഇവിടെ യാതൊരു നിർമ്മാണ പ്രവൃത്തിയും പാടില്ല. 20 ഡിഗ്രിയിലധികം ചെരിവുള്ള പ്രദേശത്ത് മഴക്കുഴി പോലും പാടില്ല. ആ മഴക്കുഴി പോലും പാടില്ല എന്ന് പറയുന്നിടത്താണ് സജീഷ് 2.5 ലക്ഷം ലിറ്റർ വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്നത്. ഇതിൽ നടപടിയെടുക്കേണ്ട ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥനാരാണ്? ജില്ലാ കളക്ടറാണ്. ഓരോ ജില്ലയിലും കളക്ടർ ഉൾപ്പെടുന്ന സമിതിയാണ് ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ നടപടിയെടുക്കേണ്ടത്. അപ്പോൾ ഇതിനൊന്നും നിങ്ങൾ എടുക്കേണ്ട സമയത്ത് എടുത്തില്ല. 2015 മുതൽ ഒരൊറ്റ കാര്യം കൂടി സജീഷ്, ഇനിയിപ്പോൾ അങ്ങ് ഈ പറയുന്ന ഈ റിപ്പോർട്ടുണ്ടല്ലോ, അത് എണ്ണമിട്ട് അങ്ങ് വായിച്ചതെല്ലാം എൻ്റെ കൈവശവും ഇരിക്കുകയാണ്. ഈ റിപ്പോർട്ട് എന്തടിസ്ഥാനത്തിലാണ് വന്നത്? ഇതുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ ഉയർന്നപ്പോഴാണ്. അങ്ങ് മനസ്സിലാക്കേണ്ട മറ്റൊരു റിപ്പോർട്ടുണ്ട്, ഈ തടയണ പൊളിക്കണമെന്ന് പറഞ്ഞ റിപ്പോർട്ട്. ആരാണത് കൊടുത്തത്? ദുരന്ത നിവാരണ അതോറിറ്റിയാണ്. ദുരന്ത നിവാരണ അതോറിറ്റി പറഞ്ഞു 2 ആഴ്ചയ്ക്കകം നിങ്ങൾ തന്നെ ഇത് പൊളിക്കണം, ഇല്ലെങ്കിൽ ഞങ്ങൾ ജില്ലാ ഭരണകൂടം അത് നിവർത്തിക്കും, നിങ്ങളിൽ നിന്നും പണം ഈടാക്കും. അവർ ഹൈക്കോടതിയിൽ പോയി, അത് സ്റ്റേ ചെയ്തു. അത്രയും മനസ്സിലാക്കാം. സജീഷ്, നിങ്ങൾ പറയുന്നത് വിശ്വസിക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ തുടർ നടപടികൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമായിരുന്നു. 7 മാസമായി ആ സ്റ്റേ വെക്കേറ്റ് ചെയ്യാനുള്ള നടപടി എടുത്തിട്ടില്ല സർക്കാർ. ആർക്കൊപ്പം? വേണു ഒരു കാര്യം, വേണു ഇത് പറയട്ടെ എന്ന് തന്നെയാണ് ഞാൻ കരുതിയത്. ഈ ചർച്ച ചെയ്യുന്ന 2 വിഷയങ്ങളും 2 ജില്ലയിലുള്ള വിഷയമാണ്. തടയണ എന്ന് പറയുന്ന വിഷയം ഇപ്പം കേസ് കോടതിയിൽ കോടതിയിലാണ് മലപ്പുറം ജില്ലയിലാണ്. പാർക്ക് നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ കക്കാടംപൊയിലാണ്. 2 വിഷയം ആ വിഷയമായി ബന്ധപ്പെട്ടാണെങ്കിൽ അത് അവിടെ പരിസ്ഥിതി പ്രശ്നം ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതാണ്. ആർക്കാണ് തർക്കം? ഇതെല്ലാം കാണുന്ന ആളുകൾ കരുതുക എല്ലാം ഒരു സ്ഥലത്താണെന്ന്. ഒന്ന് മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിലുള്ള കാര്യവും കോഴിക്കോട് ജില്ലയിലെ കക്കാടംപൊയിലുള്ള കാര്യവും ഒരുമിച്ച് പറയരുത്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് മലപ്പുറം ജില്ലാ കളക്ടറുടെ അടക്കം റിപ്പോർട്ട് അൻവറിനെതിരെ വന്നിട്ടുണ്ട്?
ശ്രീ വേണു അതിപ്പോഴും കേസിൽ നിൽക്കുകയാണ് ഹൈക്കോടതിയിൽ. അവിടെ ഒരു നിർമ്മാണ പ്രവർത്തനം ഇപ്പൊ നടക്കുന്നില്ല. അത് പാർക്കുമായി ബന്ധപ്പെട്ട സ്ഥലമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് അൻവറിന്റെ എല്ലാ ജില്ലാടിസ്ഥാനത്തിൽ എവിടെയൊക്കെ എന്തൊക്കെ നടക്കുന്നു എന്നതിനെ പറ്റി നിങ്ങൾക്ക് നല്ല ബോധ്യമാണ്. ഇവിടെ എന്റെ ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നു. വേണു എന്നെ ചർച്ചയ്ക്ക് വിളിച്ചാ പിന്നെ ഞാൻ പറയാതിരിക്കണോ? അൻവറിന്റെ മാത്രമല്ല, ഒരു കാര്യം കൂടി പറയാം. വേണു ശ്രീ വേണു ഒരു നിമിഷം എനിക്കതാ വേണു. അല്ല, ആ കാര്യത്തിൽ ഈ സ്വകാര്യ ഹൈക്കോടതിയിൽ പോയി സ്റ്റേ വാങ്ങി. ആ സ്റ്റേ വെക്കേറ്റ് ചെയ്യാൻ 7 മാസത്തെ കാലതാമസം എന്തുകൊണ്ട്? ശ്രീ വേണു എന്നെ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ സ്വാഭാവികമായും നിങ്ങൾ ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. സ്വാഭാവികമായും ഈ വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടാണല്ലോ ഞാൻ വരേണ്ടത്. കാരണം നിങ്ങൾ ഈ വിഷയം സർക്കാരിനെതിരെ തിരിക്കാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കേണ്ടി വരും. ഈ വിഷയം മാത്രമല്ല, ഞാൻ കുറച്ചുകൂടി കൂടുതൽ കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ശ്രീ വേണുവിനോട് പറയാം. ഇപ്പോൾ രാമനാട്ടുകര പുല്ലിപ്പുഴയുടെ കൈവഴിയിൽ മാതൃഭൂമിയുടെ ഒരു കെട്ടിടം വരുന്നുണ്ട്. അത് കണ്ടൽക്കാട് എത്തിയിട്ടാണ്, തണ്ണീർത്തടം നികത്തിയിട്ടാണ്. ശ്രീ വേണുവിന് സമയമുണ്ടെങ്കിൽ കോഴിക്കോട് വരുമ്പോൾ രാമനാട്ടുകരയിൽ നമുക്ക് പോയി കാണാം. അതും പ്രകൃതിക്കെതിരാ. അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എല്ലാ വിഷയങ്ങളും അങ്ങ് ചർച്ച ചെയ്യും. ചർച്ച ചെയ്യുമ്പോൾ ഒരു ബാലൻസ് എനിക്കറിയില്ല. അവിടെ എന്ത് നിലപാട് സ്വീകരിക്കും? അങ്ങനെ നടക്കുന്നുവെങ്കിൽ അതിനെതിരെ കർക്കശമായ നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട്. അതിനൊപ്പമാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഞാനടക്കം. സജീഷെ, നമ്മുടെ മുന്നിലെ ചോദ്യത്തിലേക്ക് വരാം. അങ്ങ് ഈ വിഷയം ഉറപ്പാണോ ശ്രീ വേണു? ഉറപ്പാണെങ്കിൽ ശ്രീ വേണുവിനെ ഞാൻ ക്ഷണിക്കുന്നു കോഴിക്കോടേക്ക്. നമുക്ക് ഒരുമിച്ച് പോകാം. മറ്റൊരു മറുപടി എനിക്ക് വരുമെന്ന് വിചാരിക്കാൻ തക്കവണ്ണം ഒരു ലഘു ചിത്തനായി ഇരിക്കരുതേ സജീഷെ. ആ വിളവ് ഇങ്ങോട്ടേക്ക് ഇറക്കണ്ട. എന്റെ ചോദ്യം ഇതാ, അങ്ങനെ പറയല്ലേ. ആ സ്റ്റേ വെക്കേറ്റ് ചെയ്യാതെ കിടക്കുന്നു, എന്തുകൊണ്ട്? സജീഷ്, 7 മാസമായി അബ്ദുൾ ലത്തീഫ് കൊടുത്തിരിക്കുന്ന സ്റ്റേക്ക് അബ്ദുൾ ലത്തീഫ് ഹൈക്കോടതിയിൽ പോയി ഈ പറയുന്ന ദുരന്ത നിവാരണ സമിതിയുടെ ഉത്തരവിനെതിരെ വാങ്ങിയിരിക്കുന്ന സ്റ്റേ ഇപ്പോഴും നിൽക്കുകയാണ്. സർക്കാർ 7 മാസമായി അതിൽ നടപടിയെടുത്തിട്ടില്ല. എന്തുകൊണ്ട്? മാതൃഭൂമി ഇടപെട്ടിട്ടാണോ? അങ്ങനെയെങ്കിൽ ആ കുറ്റവും നാം വഹിക്കാം. പക്ഷെ അങ്ങനെയല്ലല്ലോ അതിന്റെ സ്ഥിതി. അല്ല, വേണ്ട വേണു, അങ്ങനെ പറയേണ്ട കാര്യമേ ഇല്ല. ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രം. അത് വേണുവിന് പൊള്ളേണ്ട കാര്യവുമില്ല. എനിക്ക് കൊണ്ടിട്ടില്ല. എനിക്ക് താങ്കളുടെ കുബുദ്ധിയോടുള്ള ഈ പറയുന്ന അങ്ങേയറ്റത്തെ ഈ പറയുന്ന ഒരു തരം ദയാവായ്പോടെ ഞാനത് കേൾക്കുകയാണ് അങ്ങയുടെ. തീർച്ചയായും വേണുവിന് ഞാൻ പറയുന്നത് കുബുദ്ധിയാണെന്ന് തോന്നുകയാണെങ്കിൽ എനിക്ക് മറ്റു നിർവാഹമില്ലല്ലോ. ഞാൻ ഒരിക്കലും വേണു പറയുന്നത് കുബുദ്ധിയാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഏതായാലും ഞാൻ പറയാം. അതായത് ശ്രീ വേണു, ഈ 2 വിഷയങ്ങൾ, ഇപ്പോൾ പാർക്കിൽ വന്ന സ്റ്റോപ്പ് മെമ്മോയുമായി ബന്ധപ്പെട്ട വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി. അല്ല, അങ്ങനെ ഒരു വിഷയത്തിലേക്ക് മാത്രമേ നിൽക്കണ്ട. ദുരന്ത നിവാരണ അതോറിറ്റി പറഞ്ഞിരിക്കുന്നു ഈ തടയണ പൊളിക്കാൻ. അബ്ദുൾ ലത്തീഫ് ഹൈക്കോടതിയിൽ പോയി ഇതിന്റെ സ്റ്റേ വാങ്ങിയിരിക്കുന്നു. 7 മാസമായി. ഞാൻ പറയട്ടെ, പറഞ്ഞോളൂ. അതെ ശ്രീ വേണു എന്നോട് ചോദിച്ച ചോദ്യത്തിനാണ് ഞാൻ മറുപടി പറയുന്നത്. ആദ്യം വേണു ചോദിച്ച ചോദ്യം പാർക്കുമായി ബന്ധപ്പെട്ടായിരുന്നു. ഇപ്പോൾ നൽകിയ സ്റ്റോപ്പ് മെമ്മോയുമായി ബന്ധപ്പെട്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു. രണ്ടാമത് വേണു എന്നോട് ചോദിക്കുന്നു അപ്പുറത്തുള്ള മലപ്പുറം ജില്ലയിലുള്ള തടയണയുമായി ബന്ധപ്പെട്ട നിയമപരമല്ലെങ്കിൽ അത് പൊളിച്ചു കളയണമെന്നുള്ള കാര്യത്തിൽ ഇതിന്റെ ഉത്തരം സമാന്തരമായി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അങ്ങേക്ക് സമയം തരുന്നു, അങ്ങ് ആലോചിക്കൂ. നജീബ് കാന്തപുരം, ഇവിടെ ഈ വിഷയത്തിൽ നിങ്ങൾ പേരിന് ഇന്നിപ്പോ നിയമസഭയിൽ